ദേശീയ പതാകയ്ക്ക് കീഴിൽ നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്തിൻ്റെ 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നത് എനിക്ക് വലിയൊരു ഭാഗ്യമാണ്. ഇതുപോലൊരു ദിവസം ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് കൃതജ്ഞതയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ നമ്മളിൽ പലർക്കും പേര് പോലും അറിയാത്ത ആയിരക്കണക്കിന് ധീരരായ സ്ത്രീ പുരുഷന്മാരോടുള്ള കൃതജ്ഞത. സ്വന്തം ജീവിതവും കുടുംബവും സമ്പത്തും ഒടുവിൽ സ്വന്തം ജീവൻ തന്നെയും ത്യജിച്ചവരാണവർ. അവരുടെ ത്യാഗത്തിൻ്റെ ഫലമായാണ് ഇന്ന് നാം ഒരു സ്വതന്ത്ര രാജ്യത്തിൽ ജീവിക്കുന്നത്. എന്നാൽ സ്വാതന്ത്ര്യ ദിനം ഭൂതകാലത്തെ ഓർക്കാനുള്ള ഒരു ദിവസം മാത്രമാണ്. ഇന്ന് നമ്മൾ നമ്മോട് തന്നെ കുറച്ച് അസ്വസ്ഥതയുണ്ടാക്കാവുന്ന ചോദ്യങ്ങൾ ചോദിക്കണം. ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? 4 പതിറ്റാണ്ടുകളിലേറെക്കാലം ഈ രാജ്യത്തെ സേവിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ആദ്യം ഒരു കായിക താരമായി, പിന്നീട് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അംഗമായി. 1979 കായിക രംഗത്തെ മികവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ CRPF ചേർന്നത്. തുടർന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സേവനം ചെയ്യാനും നിരവധി വർഷങ്ങൾ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽ സേവനം അനുഷ്ഠിക്കാനും എനിക്ക് അവസരം ലഭിച്ചു. ഇന്ത്യയുടെ 5 പ്രധാനമന്ത്രിമാരുടെ സുരക്ഷാ ചുമതലകൾ നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വവും എനിക്ക് ലഭിച്ചു. ആ വർഷങ്ങൾ എന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിപ്പിച്ചു. ഒരു രാജ്യത്തിൻ്റെ സുരക്ഷ പോലീസിൻ്റെയും സായുധ സേനയുടെയും മാത്രം ഉത്തരവാദിത്വമല്ല, ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വമാണ്. ഒരു സൈനികൻ രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കുന്നു, ഒരു പോലീസുകാരൻ നിയമം രക്ഷിക്കുന്നു. എന്നാൽ ആത്യന്തികമായി ഒരു ജനാധിപത്യത്തിൻ്റെ സ്വഭാവവും മൂല്യങ്ങളും സംരക്ഷിക്കുന്നത് അതിലെ പൗരന്മാരാണ്. ഇവിടെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥത്തിലേക്ക് നാം എത്തുന്നത്. വിദേശ ഭരണത്തിൽ നിന്നുള്ള മോചനമായാണ് നാം സാധാരണ സ്വാതന്ത്ര്യത്തെ കാണുന്നത്. എന്നാൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ്. ഒരു യഥാർത്ഥ സ്വതന്ത്ര രാജ്യത്ത് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായം പ്രകടിക്കാനുള്ള സ്വാതന്ത്ര്യം, സ്വതന്ത്ര മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, അധികാരത്തിലിരിക്കുന്നവരെ ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്നിവയും ഉറപ്പാക്കണം. ഇവ ഒരു സർക്കാർ നമുക്ക് നൽകുന്ന ഔദാര്യങ്ങളല്ല, ഇവ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ന് നാം ഈ സ്വാതന്ത്ര്യങ്ങളിൽ ചിലത് ഗൗരവമായ സമ്മർദ്ദങ്ങൾ നേരിടുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കാനുള്ള ധൈര്യവും നമുക്കുണ്ടാകണം. ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ മാധ്യമ പ്രവർത്തകർ മടിക്കുന്നുവെങ്കിൽ നാം ആശങ്കപ്പെടണം. ജനപ്രിയമല്ലാത്ത ഒരു അഭിപ്രായം പറയാൻ പൗരന്മാർ ഭയപ്പെടുന്നുവെങ്കിൽ നാം ആശങ്കപ്പെടണം. ഒരു വ്യക്തിയുടെ മതപരമായ വ്യക്തിത്വം അയാൾക്ക് എങ്ങനെ പരിഗണന ലഭിക്കുമെന്ന് നിർണ്ണയിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ നാം ആശങ്കപ്പെടണം. അധികാരത്തെ ചോദ്യം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ജനാധിപത്യ അവകാശങ്ങൾ വിനിയോഗിക്കുന്ന പൗരന്മാരായി കാണുന്നതിന് പകരം പ്രശ്നക്കാരായി കാണുന്നുണ്ടെങ്കിൽ നാം ആശങ്കപ്പെടണം. അതുപോലെ പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോരുകയും ആയിരക്കണക്കിന് സത്യസന്ധരായ വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാക്കുകയും ചെയ്യുമ്പോൾ അത് കേവലം ഒരു ഭരണപരമായ വീഴ്ചയല്ല, അത് ഒരു തലമുറയോട് ചെയ്യുന്ന അനീതിയാണ്. മാസങ്ങളോ വർഷങ്ങളോ കഠിനമായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈ സംവിധാനം നീതിപൂർവമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. ഒരു പരീക്ഷയുടെ വിശ്വാസ്യത തകരുമ്പോൾ ചോരുന്നത് ഒരു ചോദ്യപേപ്പർ മാത്രമല്ല, ആ വിദ്യാർത്ഥിയുടെ സംവിധാനത്തോടുള്ള വിശ്വാസം കൂടിയാണ്. ഇതിനൊപ്പം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് അടിസ്ഥാനമായ മറ്റു സ്ഥാപനത്തെക്കുറിച്ച് നാം ചിന്തിക്കണം. നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച്. ഭരണഘടനാപരമായ സ്ഥാപനങ്ങൾ, അതിൽ നീതിന്യായ വ്യവസ്ഥ ഉൾപ്പെടെ അധികാരത്തിലിരിക്കുന്നവരെ ചോദ്യം ചെയ്യുന്നതിൽ പിന്നോട്ട് പോകുന്നു എന്നൊരു ധാരണ ജനങ്ങളിൽ ഉണ്ടാകുമ്പോൾ അത് ജനാധിപത്യത്തിലുള്ള പൊതുവിശ്വാസത്തെ തന്നെ ദുർബലപ്പെടുത്തും. ജനാധിപത്യത്തിലെ എല്ലാ സ്ഥാപനങ്ങളും സ്വതന്ത്രവും നിഷ്പക്ഷവും നിർഭയവുമായിരിക്കണം. കാരണം ഉത്തരവാദിത്വം ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ ബാധകമായിരിക്കണം. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന് ഇന്നും പ്രസക്തിയുള്ളത്. 1947 സ്വാതന്ത്ര്യ സമര സേനാനികളെ നാം ആദരിക്കുമ്പോൾ 2026 പൗരന്മാരുടെ സ്വാതന്ത്ര്യങ്ങളോട് നിസ്സംഗരാകാൻ നമുക്ക് കഴിയില്ല. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയുള്ള വിവാദമല്ല, മറ്റു രാഷ്ട്രീയ പാർട്ടിയെ അനുകൂലിക്കുന്നതുമല്ല. സർക്കാരുകൾ മാറും, രാഷ്ട്രീയ പാർട്ടികൾ മാറും, എന്നാൽ ജനാധിപത്യം നിലനിൽക്കണം. മാധ്യമങ്ങൾ സ്വതന്ത്രമായി നിലനിൽക്കണം. പൗരന്മാർക്ക് ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടാകണം. വിദ്യാർത്ഥികൾക്ക് സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ടാകണം. ഓരോ വ്യക്തിക്കും സ്വന്തം മതം വിശ്വസിക്കാനും ആചരിക്കാനും പ്രകടിപ്പിക്കാനും സ്വാതന്ത്ര്യമുണ്ടാകണം. ഓരോ പൗരനും നിയമം തനിക്ക് തുല്യമായി സംരക്ഷണം നൽകുന്നു എന്നതിൽ വിശ്വാസമുണ്ടാകണം. വർഷങ്ങളോളം യൂണിഫോം ധരിച്ച് രാജ്യത്തെ സേവിച്ച ഒരാളെന്ന നിലയിൽ ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. രാജ്യത്തോട് ഒരു സർക്കാരിനോടുള്ള കൂറല്ല. ഒരു സർക്കാർ താൽക്കാലികമാണ്, രാജ്യം ശാശ്വതമാണ്. അതിനാൽ ചിലപ്പോൾ അധികാരത്തോട് ഒരു ബുദ്ധിമുട്ടുള്ള ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം കാണിക്കുക തന്നെയാണ് ഒരു പൗരന് ചെയ്യാവുന്ന ഏറ്റവും ദേശസ്നേഹപരമായ കാര്യം. അത് രാജ്യദ്രോഹമല്ല, അതാണ് ജനാധിപത്യം. 1947 മുതൽ ഇന്ത്യ അസാധാരണമായ ഒരു ദൂരം സഞ്ചരിച്ചിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യ, ബഹിരാകാശ ഗവേഷണം, അടിസ്ഥാന സൗകര്യം, വികസനം, വിദ്യാഭ്യാസം,
സാമ്പത്തിക വളർച്ച തുടങ്ങി നിരവധി മേഖലകളിൽ നാം ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നു. എന്നാൽ സാമ്പത്തിക വളർച്ച മാത്രം ഒരു രാജ്യത്തെ മഹത്തരമാക്കുന്നില്ല. ഒരു മഹത്തായ രാജ്യം എന്നത് അധികാരത്തിലുള്ളവരെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന രാജ്യമാണ്, ദുർബലരെ സംരക്ഷിക്കുന്ന രാജ്യമാണ്, വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കുന്ന ഉറപ്പുള്ള രാജ്യമാണ്, മാധ്യമ പ്രവർത്തകർക്ക് ഭയമില്ലാതെ സംസാരിക്കാൻ കഴിയുന്ന രാജ്യമാണ്, പൗരന്മാർക്ക് പരസ്പരം ശത്രുക്കളാകാതെ വിയോജിക്കാൻ കഴിയുന്ന രാജ്യമാണ്, എല്ലാ മതവിഭാഗങ്ങൾക്കും അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന രാജ്യമാണ്. ഭരണഘടന ഒരു പുസ്തകത്തിലോ കോടതിയിലോ മാത്രം സൂക്ഷിച്ചിരിക്കുന്ന രേഖയല്ല, ഓരോ പൗരനും നൽകുന്ന ജീവനുള്ള വാഗ്ദാനമായി നിലനിൽക്കുന്ന രാജ്യമാണ്. യൂണിഫോമിലുള്ള എൻ്റെ സേവനകാലം എന്നെ മറ്റൊരു കാര്യം കൂടി പഠിപ്പിച്ചു. ഒരാൾക്ക് മാത്രം ഒരു രാജ്യത്തെ രക്ഷിക്കാനോ കെട്ടിപ്പടുക്കാനോ കഴിയില്ല. അത് എപ്പോഴും ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഇന്ത്യ എനിക്ക് എന്ത് നൽകും എന്ന് മാത്രമല്ല, എനിക്ക് ഇന്ത്യക്ക് എന്ത് നൽകാൻ കഴിയും എന്ന് ചോദിക്കണം. ആ സംഭാവന എപ്പോഴും വലുതായിരിക്കണമെന്നില്ല. ഒരു കുട്ടിയെ സഹായിക്കുന്നതാകാം, ഒരു വയോധികനെ സഹായിക്കുന്നതാകാം, പരിസ്ഥിതിയെ സഹായിക്കുന്നതാകാം, സ്വന്തം തൊഴിൽ സത്യസന്ധമായി നിർവഹിക്കുന്നതാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റായി കണ്ടാൽ അതിനെ ധൈര്യത്തോടെ പറയുന്നതാകാം ഇത് ശരിയല്ല എന്ന്. കാരണം എല്ലാവരും ഒരേ അഭിപ്രായം പറയുമ്പോഴല്ല ഒരു ജനാധിപത്യം ശക്തമാകുന്നത്. വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് പൗരന്മാരെന്ന നിലയിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയുമ്പോഴാണ് ജനാധിപത്യം ശക്തമാകുന്നത്. നമ്മുടെ പൂർവികർ പോരാടിയത് ഒരു മതത്തിന് വേണ്ടിയോ ഒരു ഭാഷയ്ക്ക് വേണ്ടിയോ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയോ ഒരു വിഭാഗത്തിന് വേണ്ടിയോ ആയിരുന്നില്ല. അവർ പോരാടിയത് ഇന്ത്യക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തെ നമുക്ക് സംരക്ഷിക്കാം. പുറത്തു നിന്നുള്ള ഭീഷണികളിൽ നിന്ന് മാത്രമല്ല, അസഹിഷ്ണുതയിൽ നിന്നും, അനീതിയിൽ നിന്നും, അഴിമതിയിൽ നിന്നും, ഭയത്തിൽ നിന്നും, നിസ്സംഗതയിൽ നിന്നും കൂടി നമ്മുടെ മുൻഗാമികൾ ത്യാഗത്തിലൂടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടുന്നത്. ധൈര്യത്തിലൂടെയും ഉത്തരവാദിത്തത്തിലൂടെയും സേവനത്തിലൂടെയും ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ 80ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നവരെ ആദരിക്കാം. ഇന്ന് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നവരെ അഭിവാദ്യം ചെയ്യാം. ഇന്ത്യയെ ഓരോ ദിവസവും കുറച്ചുകൂടി മെച്ചപ്പെട്ട രാജ്യമാക്കാൻ നിശബ്ദമായി പ്രവർത്തിക്കുന്ന സാധാരണ പൗരന്മാരെയും ആദരിക്കാം. അടുത്ത തലമുറയ്ക്ക് നാം കൈമാറുന്ന ഇന്ത്യ കൂടുതൽ സമ്പന്നവും ശക്തവുമായ രാജ്യം മാത്രമാകരുത്. അത് കൂടുതൽ സ്വതന്ത്രവും നീതിപൂർവകവും സഹിഷ്ണുതയും കൂടുതൽ ജനാധിപത്യപരമായ ഇന്ത്യ ആയിരിക്കട്ടെ. നന്ദി. ജയ് ഹിന്ദ്.